അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോമ്പെന്ന് പറയുന്ന ഇബാദത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലാഹു പറഞ്ഞു തരികയാണ്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. പുണ്യങ്ങളേറെയുള്ള വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പകലുകളിൽ അല്ലാഹു എന്തിനാണ് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയതെന്നറിയുമോ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുന്നതിനു വേണ്ടിയാണ്, മുത്തഖീങ്ങളായി മാറുന്നതിനു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത് വിജയത്തിന്റെ ഉന്നതമായ പടവുകളിലേക്ക് കയറിച്ചിരുന്ന യഥാർത്ഥമായ വിജയത്തിന്റെ ഉടമകളായ മുത്തഖീങ്ങളുണ്ടല്ലോ, ആ മുത്തഖീങ്ങളായി നിങ്ങൾ മാറുന്നതിനു വേണ്ടി, തഖ്വയുടലെടുക്കുന്നതിനു വേണ്ടിയാണ് നോമ്പിനെ നാം നിർബന്ധമാക്കിയതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 30 ദിനരാത്രങ്ങൾ, പരിശുദ്ധമായ 30 ദിനരാത്രങ്ങളുടെ പകലുകളിൽ നാം നോമ്പ് പിടിക്കുമ്പോ ആ നോമ്പിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാമത്തെ ഏറ്റവും പരമപ്രധാനമായ പ്രയോജനം എന്തെന്നറിയുമോ? അത് തഖ്വയാണ്. തഖ്വല്ലാഹി മദാറു കുല്ലി സആദ. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം അത് തഖ്വയാണ്. ഇഹലോകത്തെ വിജയമാകട്ടെ പരലോകത്തെ വിജയമാവട്ടെ, ആ തഖ്വയാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ നിദാനം. ആരാണ് മുത്തഖീങ്ങളാരാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ ചില ഗുണഗണങ്ങൾ വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ നാളെ വിജയികളായി മാറുന്ന തഖ്വയുള്ള മുത്തഖീങ്ങൾ, ആ മുത്തഖീങ്ങൾ ആരാണ് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധമായ ഖുർആന്റെ പല ഭാഗങ്ങളിലായി അല്ലാഹു വിവരിച്ചു തരുന്നുണ്ട്. നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ആ നിബന്ധനകൾ, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കുക. പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഗുണങ്ങളുണ്ട് എങ്കിൽ നാം ഒരു യഥാർത്ഥ മുത്തഖിയാണ്. നാളെ പടച്ചവന്റെ അടുക്കൽ വിജയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മുത്തഖിയാണ് നാം. ഈ പറയാൻ പോകുന്ന വിശുദ്ധമായ ഖുർആൻ എണ്ണി വിവരിച്ചു തരുന്ന മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഒന്നാമത്തെ ഗുണം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് വിവരിച്ചു തരികയാണ്. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ് നാളെ പടച്ച തമ്പുരാന്റെ പരമോന്നതമായ കോടതി വളപ്പിൽ നിൽക്കുമ്പോൾ വിജയത്തിന്റെ സന്തോഷവുമായി പരിശുദ്ധമായ സ്വർഗലോകത്തേക്ക് കയറി ചെല്ലുന്ന മുത്തഖീങ്ങളാരാ? ആ മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ഗുണം അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ വിവരിച്ചു തരികയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒന്നാമതായി മുത്തഖീങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. 3 ഗുണങ്ങൾ അല്ലാഹു പറയുകയാണ്. ഒന്നാമത്തേത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങൾ ദൃഢമായി വിശ്വാസമുള്ളവർ, അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവർ, പരലോകത്തടിയുറച്ച വിശ്വാസമുള്ളവർ, സ്വർഗ്ഗ നരകങ്ങളുടെ വിഷയത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവർ, മീസാനെ കുറിച്ച് വിശ്വാസമുള്ളവർ, ഹിസാബിനെ കുറിച്ച് വിശ്വാസമുള്ളവർ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളും പരിശുദ്ധമായ ഖുർആനും പറഞ്ഞു തന്ന നമ്മുടെ നയനങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങളുണ്ടല്ലോ, അദൃശ്യമായ കാര്യങ്ങൾ നമുക്കത് വ്യക്തമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്. ആ കാര്യങ്ങളിൽ ദൃഢമായ വിശ്വാസം നമുക്കുണ്ടോ? അതാണ് മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ അടയാളം. 2 വയുഖീമൂനസ് സ്വലാത്ത്.
5 വക്ത നമസ്കാരം കൃത്യമായി മുറുകെ പിടിക്കുന്നവർ, 5 വക്ത നമസ്കാരം കൃത്യമായി മുറുകെ പിടിക്കുന്നവർ, അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റുമില്ല, കളാക്കലില്ല, സമയനിഷ്ഠയോടുകൂടി കൃത്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെ നമസ്കരിക്കണമെന്നാണോ പറഞ്ഞത് അതിന്റെ എല്ലാ ആദാബുകളോടും കൂടി, അതിന്റെ എല്ലാ ആദാബുകളോടും കൂടി, അതിന്റെ നിബന്ധനകളോട്, ഷർത്തുകളോട്, ഫർളുകളോട് എല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന 5 വക്ത നമസ്കാരം കൃത്യമായി മുറുകെ പിടിക്കുന്നവരാണോ നാം? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പിന്നീട് അല്ലാഹു പറയുകയാണ്, നാം ഒരു മനുഷ്യന് നൽകിയതായ സമ്പാദ്യം, ആ സമ്പാദ്യത്തിൽ നിന്ന് നിർബന്ധമായിട്ട് അവന് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവനക്ക് നിർബന്ധമല്ല എങ്കിലും കൊടുക്കൽ പുണ്യമാണ്. സകാത്ത് പോലെ, സ്വതക്കകൾ പോലെ സകാത്ത് നിർബന്ധമാണ്, സ്വതക്ക കൊടുക്കൽ നിർബന്ധമില്ല. അങ്ങനെ അള്ളാഹു നൽകിയതായ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് മുത്തഖീങ്ങളെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. മുത്തഖീങ്ങളുടെ 3 ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആന്റെ തുടക്ക ഭാഗത്ത് വ്യക്തമാക്കുകയാണ്. ഒന്ന്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർ. അദൃശ്യ കാര്യങ്ങളിൽ, പരലോകത്ത്, സ്വർഗ നരകങ്ങളുടെ വിഷയങ്ങളിൽ നാം ഇതേവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, എന്നാൽ വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ അദൃശ്യമായ കാര്യങ്ങളിൽ അടിയുറച്ച വിശ്വാസമുള്ളവരാണ് മുത്തഖീങ്ങൾ. 2, വയുഖീമൂന സ്വലാത്ത, 5 വക്ത നമസ്കാരം കൃത്യമായി മുറുകെ പിടിക്കുന്നവർ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നമസ്കാരത്തിന്റെ കൃത്യമായ മര്യാദകളോടുകൂടി, കൃത്യമായ അതിന്റെ ഷർത്തുകൾ, ഫർളുകളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് പരിശുദ്ധമായ നമസ്കാരത്തെ കൃത്യമായി മുറുകെ പിടിക്കുന്നവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, പിന്നീട് അല്ലാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്നവർ, അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട സകാത്ത് പോലെയുള്ളവ, അതേപോലെ തന്നെ കൊടുക്കൽ പുണ്യമുള്ള നിർബന്ധമല്ലാത്ത ദാനങ്ങൾ, ഹദിയകൾ, സ്വതക്കകൾ, അതേപോലെ അല്ലാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കൽ, ഈ 3 ഗുണങ്ങൾ മുത്തഖീങ്ങളുടെ അടയാളമാണ് എന്ന് പരിശുദ്ധമായ ഖുർആന്റെ തുടക്ക ഭാഗത്തിൽ അല്ലാഹു പറയുകയാണ്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വഹും മിനസ് സാഅതി മുശ്ഫിഖൂൻ. രണ്ടാമത്തെ ഗുണം അല്ലാഹു പറയുകയാണ്, അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അല്ലാഹുവിനെ ഭയപ്പാടോടുകൂടി ജീവിക്കുന്നവർ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണവർ. അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ അല്ലാഹുവിനെ പേടിയാണ്. ഏത് സമയത്തും അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട്. ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി അനുകൂലമായ സാഹചര്യം കടന്നു വരുമ്പോൾ ആരും അയാളെ കാണുന്നില്ല, ആരും എന്നെയും നിങ്ങളെയും കാണുന്നില്ല, നമ്മുടെ കൂട്ടുകാര് കാണുന്നില്ല, കുടുംബക്കാര് കാണുന്നില്ല, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, ആരും നമ്മളെ കാണുന്നില്ല. അവരുടെ എല്ലാം ദൃഷ്ടിയുടെ പരിധിക്കപ്പുറമാണ് നാം. ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. തെറ്റ് ചെയ്യാനുള്ള ലാഞ്ചന നമ്മുടെ ഹൃദയത്തിലോട്ട് ഇങ്ങനെ കടന്നു വരുമ്പോ അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അല്ലാഹുവിനെ നാം ഭയപ്പെടുകയാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എന്നെ കാണുന്നുണ്ടല്ലോ, അല്ലാഹു എന്നെ സമീപസ്ഥനാണല്ലോ, അല്ലാഹു സാക്ഷിയാണല്ലോ, അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ടല്ലോ. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, എന്നെ കണ്ണനാടിയേക്കാൾ എന്റെ അടുക്കൽ എന്റെ അള്ളയുണ്ടല്ലോ. അല്ലാഹു എന്നെ കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു സദാസമയവും കൃത്യമായി എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഭയപ്പാട് ഹൃദയത്തിൽ, ആരുടെ ഹൃദയത്തിലുണ്ടോ അത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. വഹും മിനസ് സാഅതി മുശ്ഫിഖൂൻ,
അന്ത്യനാളിനെ കുറിച്ച് അവർക്ക് ഭയവുമുണ്ട്. പരലോകത്ത് പടച്ച തമ്പുരാന്റെ പരമോന്നതമായ നീതിപീഠത്തിന്റെ മുമ്പിൽ പോയി നിന്ന് വിചാരണയ്ക്ക് വിധേയനാവേണ്ട. പരലോകത്തെ കുറിച്ച് അവർക്ക് പേടിയുണ്ട്, ഹിസാബിനെ കുറിച്ച് പേടിയുണ്ട്, മീസാന്റെ മുമ്പിൽ നിൽക്കാൻ അവനക്ക് ഭയപ്പാടുണ്ട്, സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് അവനക്ക് പേടിയുണ്ട്. പടച്ചവന്റെ പരലോകത്തിൽ ഒരു കുറ്റവാളിയുടെ മുദ്രയടിക്കപ്പെടുന്നതിന് അവൻ പേടിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിലുള്ള ഭയപ്പാടിന്റെ പേരിൽ, പരലോകത്തെ കുറിച്ചുള്ള പേടിയുടെ പേരിൽ പരമാവധി തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവനാണവൻ, പരമാവധി തിന്മകളെ ഉപേക്ഷിക്കുന്നവനാണ്. അത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. ഇനി എങ്ങാനും പാപം വന്നു പോയാലോ? ഇനി മുത്തഖിയായ ഒരു മനുഷ്യൻ, അള്ളാഹുവിനെ പേടിക്കുന്ന പരലോകത്തെ പേടിയുള്ള മനുഷ്യൻ, ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, ചില പ്രത്യേകമായ പ്രേരണകൾക്ക്, പിശാചിന്റെ പ്രേരണകൾക്ക് വഴങ്ങി എന്തെങ്കിലും ഒരു തിന്മ അവന്റെ കയ്യിൽ നിന്ന് വന്നുപോയാൽ, ഇനി എങ്ങാനും തിന്മ വന്നുപോയാലോ? ഇനി എങ്ങാനും തിന്മ വന്നുപോയാലോ? അള്ളാഹുവിനെ പേടിക്കുന്ന പരലോകത്തെ പേടിയുള്ള ഒരു മനുഷ്യൻ, അവന്റെ ഭാഗത്തുനിന്നൊരു തിന്മ വന്നുപോയി. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. മുത്തഖിയായ ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തിന്മ വന്നു പോയി കഴിഞ്ഞാൽ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ. ഒരു പാപം വന്നു പോയി കഴിഞ്ഞാൽ ആ പാപത്തിൽ നിരന്തരമാകുന്നവനല്ല, ആ പാപത്തിൽ എങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നവനല്ല, ഉടനെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിലോട്ട് കിടന്നു വരും. പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിലോട്ട് കിടന്നു വരും. എന്നിട്ടോ റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി അവൻ തൗബ ചെയ്യുന്നവനാണ്. ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ അവന്റെ കയ്യിൽ നിന്ന് വന്നു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി പടച്ച തമ്പുരാനോട് അവൻ തൗബ ചെയ്യുന്നവനാണ്. അതാണ് മുത്തഖീങ്ങളുടെ അടയാളം. പാപമെങ്ങാനും വന്നുപോയാൽ പരമാവധി പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇനി പാപമെങ്ങാനും വന്നുപോയാൽ ഗഫാറായ സത്താറായ റബ്ബിന്റെ മുമ്പിൽ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവനാണ് മുത്തഖി. ആത്മാർത്ഥമായി പാപമേറ്റു പറഞ്ഞ് തൗബ ചെയ്യുന്നത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്യും മുത്തഖി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എപ്പോഴാണ് അവൻ തൗബ ചെയ്യുകയെന്നറിയുമോ? മുത്തഖിയായ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ തൗബ ചെയ്യുന്നത് എപ്പോഴെന്നറിയുമോ? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാആ. പാതിരാവിന്റെ മറവിൽ എല്ലാവരും സുഖമായി നിദ്രയുടെ കരിമ്പടം പുതച്ച് കിനാവ് കണ്ട് സുഖമായി കിടന്നുറങ്ങുമ്പോ അതാ അവന്റെ വിരുപ്പിൽ നിന്നും അവൻ എഴുന്നേൽക്കുകയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാആ. അവന്റെ വിരുപ്പിൽ നിന്ന് അവന്റെ ഭാര്യയുടെ കൈമാറ്റിയിട്ട് തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാര്യയുടെ കൈയെടുത്തു മാറ്റിയിട്ട് അവന്റെ വിരുപ്പിൽ നിന്ന് അവൻ എഴുന്നേൽക്കുകയാണ്. എന്നിട്ടതാ റബ്ബിന്റെ മുമ്പിൽ തഹജ്ജുദ് നമസ്കരിക്കുകയാ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് നമസ്കരിക്കുകയാണ്. സുജൂദിൽ കിടന്നവൻ പൊട്ടിക്കരയുകയാണ്. ആത്മാർത്ഥമായി ഹൃദയ സാന്നിധ്യത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ തഹജ്ജുദ് നമസ്കരിക്കുന്നു. എന്നിട്ടോ ബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ.
ആ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം അവന്റെ മുസല്ലയിൽ മുഖം പൊത്തി മുസല്ലയിലോട്ട് സുജൂദിൽ കിടന്നിട്ട് കണ്ണുനീര് വാർത്തുകൊണ്ടവനതാ പടച്ചവനോട് പറയുകയാണ്, ഇന്ന പാപം വന്നുപോയി തമ്പുരാന്, ഇന്ന പാപം എന്നിൽ നിന്ന് സംഭവിച്ചു പോയി നാഥാ, അല്ലാഹുവേ അറിയാതെ പറ്റിയതാണ്, അറിഞ്ഞുകൊണ്ടല്ല തമ്പുരാനെ, സാഹചര്യങ്ങൾക്ക് വഴങ്ങിപ്പോയതാണ്. ഇതാ നിന്റെ മുമ്പിലേറ്റു പറയുകയാണ്, നിന്നോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണ് നാഥാ, എന്റെ പാപമൊന്ന് പുറത്തു തരുമോ എന്നതാ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുന്നവനാരോ അത് മുത്തഖീങ്ങളുടെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. വീണ്ടും അല്ലാഹു പറയുന്നവൻ ആരെന്നറിയുമോ? മുത്തഖീങ്ങളുടെ മറ്റൊരടയാളം ഏതെന്നറിയുമോ? അവനോട് ആരെങ്കിലും മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അവനെ ഒന്ന് ഉപദ്രവിക്കുകയോ അവനെ ഒന്ന് പ്രയാസപ്പെടുത്തുകയോ അവനെ ഒന്ന് വല്ലാതെ വിഷമങ്ങൾ അവനക്ക് വരുത്തി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനവന് പ്രതികാരത്തിന് നിൽക്കില്ല. ആ സന്ദർഭത്തിൽ അവനക്ക് കോപം വന്നാൽ അവന്റെ കോപത്തെ അവൻ കടിച്ചമർത്തുന്നവനാണ്. മുത്തഖീങ്ങളുടെ അടയാളം കോപം വന്നു കഴിഞ്ഞാൽ ആ കോപത്തെ കടിച്ചമർത്തുന്നവനാണ്. അതേപോലെ തന്നെ അവനോട് മോശമായി പെരുമാറിയവർക്കെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടവൻ മാപ്പ് നൽകുന്നവനാണ് മുത്തഖീ. നിന്നോടൊരാൾ മോശമായി പെരുമാറി കഴിഞ്ഞാൽ, നിന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ അവനക്കൊന്നു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അവനോടൊന്നു മാപ്പ് ചെയ്യാൻ കഴിയുമോ? അത് തഖ്വയാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ മുത്തഖീങ്ങളുടെ ഓരോ അടയാളങ്ങൾ വളരെ സുന്ദരമായി വിവരിച്ചു തരികയാണ്. പരിശുദ്ധമായ നോമ്പെന്ന കർമ്മത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്ന ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി മാറുക. അഥവാ പരിശുദ്ധമായ റമളാൻ മാസം കഴിയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ